പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മലയാള സിനിമാ രംഗത്ത് വനിതകളായിട്ടുള്ള നടിമാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയ ജസ്റ്റിസ് കെ ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പുറത്തുവിടണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം പുറത്തു വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സജിമോൻ പാറയിൽ എന്ന ഒരു സിനിമാ പ്രവർത്തകൻ, അയാൾ സംവിധായകനാണോ നടനാണോ എന്ന് എനിക്കറിയില്ല, സംവിധായകനാണെന്നാണ് പറയപ്പെടുന്നത്. അയാൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ട് ഓഗസ്റ്റ് 13 കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള VG അരുൺ ഒരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ശനിയാഴ്ച ഈ റിപ്പോർട്ട് പുറത്തു വിടും എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അത് പുറത്തു വിടുന്നതിന് ഒരാഴ്ച സമയം ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ബന്ധപ്പെട്ട ആളുകൾ മേൽക്കോടതിയിലേക്ക് പോകുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് ശനിയാഴ്ച ഈ റിപ്പോർട്ട് പുറത്തു വരും എന്നാണ് പൊതുവിലുള്ള ഒരു ധാരണ. പക്ഷേ ഈ പരാതിക്കാരന് വേണ്ടി ഹാജരായിട്ടുള്ള ഒരു അഭിഭാഷകൻ്റെ പേര് കാണുമ്പോൾ ഇത് പുറത്തു വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണമെങ്കിൽ തോന്നാം. അദ്ദേഹത്തിൻ്റെ പേര് സൈബി ജോസ് കിടങ്ങൂർ എന്നാണ്. സൈബി ജോസ് കിടങ്ങൂർ അദ്ദേഹമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജഡ്ജിമാർക്ക് കൈക്കൂലി കൊടുക്കാനായിട്ട് കക്ഷികളിൽ നിന്ന് പണം വാങ്ങി എന്നുള്ള ഒരു വിഷയം അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഉയർന്നു വന്നത്. അതിൽ മുഖ്യപ്രതി അദ്ദേഹമായിരുന്നു. അപ്പോൾ ആ വിഷയം അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയുടെ രജിസ്ട്രിയോട് ആവശ്യപ്പെട്ടത് തന്നെ ഒരു ഹൈക്കോടതി ന്യായാധിപനായിരുന്നു. അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയിലുള്ളൊരു ന്യായാധിപനാണ്. ആ കേസ് എവിടെ ചെന്ന് അവസാനിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല. അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടു. അതോടുകൂടി ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർക്കുണ്ടായിരുന്ന പരാതികളെല്ലാം അവസാനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഈ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിൻ്റെ സാന്നിധ്യം കാണുമ്പോൾ ഇത് വീണ്ടും പുറത്തേക്ക് വരുന്നത് താമസിക്കുമോ എന്നുള്ള സംശയം സാധാരണക്കാരനുണ്ടായാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സുഹൃത്തുക്കളെ, ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നെന്ന് പറയുന്നത് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ ആൻഡ് സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലംസ്. അതായത് എനിക്കതിന് മുമ്പെന്ന് പറയാനുള്ളത്, ഇത് യഥാർത്ഥത്തിൽ 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം അതിനെതിരെ ഉയർന്നപ്പോഴാണ് അന്ന് രൂപീകരിക്കപ്പെട്ട വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ് നടിമാരുടെ ഒരു സംഘടന എന്ന് രൂപീകരിക്കപ്പെട്ടു. അവർ ഗവൺമെൻറ്റിനോട് ഈ സിനിമാ രംഗത്തെ വനിതകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് പറഞ്ഞു. അത് അംഗീകരിച്ചുകൊണ്ടാണ് 2017 അന്ന് അധികാരത്തിലിരുന്ന പിണറായി സർക്കാർ ഈ ഹേമ കമ്മീഷൻ രൂപീകരിച്ചത്. അതും കൂടി നമ്മൾ ഒന്ന് ഓർക്കണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അതിൽ 7 കാര്യങ്ങളാണ് ടേംസ് ഓഫ് റെഫറൻസിൽ പറഞ്ഞിരുന്നത്. ഒന്ന്, ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ, അവരുടെ സിനിമയിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളും അതിന് പരിഹാരങ്ങളും. അതുപോലെ തന്നെ സർവീസ് കണ്ടീഷൻസ് ആൻഡ് റെമ്യൂണറേഷൻ ഫോർ വിമൻ ഇൻ സിനിമ, സിനിമയിലെ നടിമാർക്ക് കിട്ടുന്ന വേതനം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മെഷേഴ്സ് ടു എൻഹാൻസ് പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ ഓൾ ഫീൽഡ്സ് കണക്റ്റഡ് ടു സിനിമ, സിനിമയുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ. ഹൗ ടു ബ്രിങ് മോർ വിമൻ ടു ദി ടെക്നിക്കൽ സൈഡ് ഓഫ് സിനിമ ബൈ ഗിവിംഗ് കൺസെഷൻസ് ഇൻക്ലൂഡിംഗ് സ്കോളർഷിപ്പ്സ് എക്സെട്ര. അതായത് വനിതകൾക്ക് സ്കോളർഷിപ്പൊക്കെ കൊടുത്തുകൊണ്ട് ഈ സിനിമാ നിർമ്മാണത്തിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഭാഗത്തേക്ക് സ്ത്രീകളെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും. ഹൗ ടു ഹെൽപ്പ് വിമൻ ഇൻ ടു ദ ടെക്നിക്കൽ സൈഡ് ഓഫ് സിനിമ വെൻ ദേ ഹാവ് ടു റിമെയിൻ ഔട്ട് ഓഫ് വർക്ക് ഡ്യൂ ടു ഡെലിവറി, ചൈൽഡ് കെയർ ഓർ അതർ ഹെൽത്ത് ഇഷ്യൂസ്. അതായത് സിനിമയുടെ സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഗർഭസ്ഥ സാഹചര്യം, കുട്ടികളെ വളർത്തൽ, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരെ എങ്ങനെ സഹായിക്കും. ഹൗ ടു എൻഷുർ ജെൻഡർ ഇക്വാളിറ്റി ഇൻ ദ കണ്ടൻറ് ഓഫ് സിനിമ, സിനിമയുടെ ഉള്ളടക്കത്തിൽ ലിംഗനീതി എങ്ങനെ നിലനിർത്തും. ഹൗ ടു എൻകറേജ് സിനിമാസ് ഇൻ വിച്ച് 30% ഓഫ് വിമൻ ആർ എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അതായത് സിനിമാ നിർമ്മാണത്തിൽ 30% സ്ത്രീകൾ ഉള്ളെടുത്ത് അവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇത്തരത്തിലുള്ള 7 ടേംസ് ഓഫ് റെഫറൻസുകളാണ് ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അവർ ഈ ഹേമ കമ്മീഷൻ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയ ഹേമ കമ്മീഷനിൽ എനിക്ക് തോന്നുന്നു KB വത്സലകുമാരി എന്ന് പറഞ്ഞൊരു IAS ഉദ്യോഗസ്ഥയും
ശാരദ എന്ന് പറയുന്ന പഴയ കാലത്തെ ഒരു പ്രഗത്ഭ നടിയും അവരും അതിനകത്ത് അംഗങ്ങളായിരുന്നു. അവർ വിശദമായി പിന്നെ അന്വേഷണം നടത്തി. ഇൻക്ലൂഡിംഗ് പേഴ്സണൽ ഇൻട്രാക്ഷൻ വിത്ത് വിമൻ എംപ്ലോയീസ് ഹു ഹാഡ് ഫേസ്ഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹരാസ്മെൻറ്റ്. അതാണ് നമ്മൾ പ്രധാനമായി കാണേണ്ടത്. അവർ വിശദമായിട്ടുള്ള പഠനം നടത്തുകയും അതായത് ലിംഗവിവേചനവും പീഡനവും അനുഭവിച്ചിട്ടുള്ള വനിതാ തൊഴിലാളികളിൽ നിന്ന് പേഴ്സണൽ ഇൻട്രാക്ഷൻ, അവരുമായിട്ട് വ്യക്തിപരമായി നടത്തിയിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്നൊക്കെ നടത്തിക്കൊണ്ട് വളരെ വിശദമായിട്ടൊരു പഠനം നടത്തുകയും 31/12/2019 ആ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുകയും ചെയ്തു. 31/12/2019. എന്നിട്ട് 11/1/2020 RTA പ്രകാരം അതിൻ്റെ ഒരു കോപ്പിക്കായി ഒരാൾ ആവശ്യപ്പെട്ടു. അതിനെ തിരസ്കരിച്ചു. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തിരസ്കരിച്ചു. അതിനെ തുടർന്ന് 13/2/2024 ഇതിൻ്റെ 5ാം പിന്നെ കക്ഷി, അതായത് ലെസ്ലി ജോൺ എന്ന് പറഞ്ഞ ആൾ ഇത് ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും ചില ഭാഗങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അത് നിരസിച്ചു. അതിനെ തുടർന്ന് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിൽ അപ്പീൽ കൊടുത്തപ്പോൾ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ എന്ത് പറഞ്ഞു? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞു ചില ഈ പറഞ്ഞ പോലെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇത് പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞു. അതിനെതിരായിട്ടാണ് ഇപ്പോൾ അയാളുടെ പേര് സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പരാതിക്കാരൻ അതിനെതിരായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വളരെ വിശദമായി ഏതാണ്ട് പിന്നെ പേജുകൾ വരുന്ന ഒരു വിധിന്യായത്തിലൂടെ 26-27 പേജുകൾ വരുന്നൊരു വിധിന്യായത്തിലൂടെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഗവൺമെൻറ് ഇപ്പോൾ പിന്നെ ശനിയാഴ്ച പ്രസിദ്ധീകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ഉയർന്നു വരുന്ന 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. പിണറായി സർക്കാർ തന്നെയാണ് ഈ കമ്മീഷനെ നിയമിച്ചത്. വളരെ സമഗ്രമായിരുന്നു അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്നുള്ളത് അത് വിശദീകരിച്ചിരുന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും. അത് വളരെ ഗൗരവതരമായി എടുത്തുകൊണ്ട് ഈ കമ്മീഷൻ വിശദമായി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ള പിന്നെ വനിതാ ജീവനക്കാരുൾപ്പെടെയുള്ളവരിൽ നിന്ന് അവരിൽ നിന്ന് വ്യക്തിഗതമായി തന്നെ അവരുമായി സംസാരിച്ച് അവർ എത്രയോ 200 പേജുള്ള റിപ്പോർട്ടും കുറേ അനക്ഷേഴ്സും ഒക്കെ ആയിട്ട് അവർ സർക്കാരിന് ഇത് 2019 സമർപ്പിച്ചു. ഏതാണ്ട് 1 കോടിയിലധികം രൂപ ചെലവഴിച്ചെന്നും കേൾക്കുന്നു ഇതിൻ്റെ പഠനമൊക്കെയായി ബന്ധപ്പെട്ടു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആ ചോദ്യം സർക്കാരിനോടുള്ളതാണ്. 2019 സമർപ്പിച്ച ഈ റിപ്പോർട്ട് 2024 ആയിട്ടും എന്തുകൊണ്ട് സർക്കാർ ഇതുവരെ അത് പരസ്യപ്പെടുത്തിയില്ല? അതാണ് സർക്കാർ പറയേണ്ട മറുപടി. കാരണം സർക്കാരാണല്ലോ ഈ കമ്മീഷൻ നിയമിച്ചത്. സർക്കാരാണല്ലോ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചത്. ആ ടേംസ് ഓഫ് റെഫറൻസിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ സിനിമ. അതായത് സ്ത്രീകൾ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഹൗ ടു എൻഷുർ ജെൻഡർ ഇക്വാളിറ്റി ഇൻ ദ കണ്ടന്റ് ഓഫ് സിനിമ, ലിംഗനീതി എങ്ങനെ സിനിമയിൽ ഉറപ്പുവരുത്താം എന്നുള്ളത് ഉൾപ്പെടെയുള്ള സമഗ്രമായിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമിച്ച ഈ കമ്മീഷൻ 2019 റിപ്പോർട്ട് കൊടുത്തിട്ട് 20, 21, 22, 20 ഈ 4 വർഷക്കാലമായിട്ടും എന്തുകൊണ്ട് സർക്കാർ ഇതിൻ്റെ ഉള്ളടക്കം പുറത്തു പറയുന്നതിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് സർക്കാർ മറുപടി പറഞ്ഞേ മതിയാവൂ. കാരണം സർക്കാരിന് ബോധ്യമായിട്ടാണല്ലോ സർക്കാർ ഇത് നിയമിച്ചത്. സർക്കാർ ഇത് നിയമിച്ചപ്പോഴത്തേക്കും ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അംഗങ്ങളെ തീരുമാനിച്ചത് സർക്കാരാണ്. ഇതിനാവശ്യമായിട്ടുള്ള പണം, നികുതി പണം, നിങ്ങളുടെയൊക്കെ നികുതി പണമായിരുന്നു. അത് 19 അവർ പ്രസിദ്ധീകരിച്ചു. അത് പുറത്ത് വിടാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? അത് പുറത്തുവിടാനുള്ള ബാധ്യതയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ബന്ധപ്പെട്ടവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നൊക്കെ പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? കാരണം ഈ റിപ്പോർട്ടിൻ്റെ പഠനത്തിനിടയ്ക്ക് വനിതകളെ ആരെങ്കിലും പീഡിപ്പിക്കുന്നതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമല്ലേ സുഹൃത്തുക്കളെ? അതെങ്ങനെയാണ് അവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് രഹസ്യമാക്കി വെക്കാൻ പറ്റുന്നത്? ഈ കമ്മീഷൻ പഠിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ രഹസ്യമാക്കി വെക്കാൻ സർക്കാരിന് കഴിയും? അതൊരു ക്രൈമല്ലേ?
അത് ചെയ്ത ആളതിന് കൽപ്പബിൾ അല്ലേ? അത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമല്ലേ സർക്കാരിനുള്ളത്? അപ്പോൾ സ്വാഭാവികമായും സർക്കാർ സ്വകാര്യതയുടെ പ്രശ്നം പറഞ്ഞ് ആ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ സർക്കാരും ഈ നടന്മാർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിന് കൂട്ടു നിൽക്കുകയാണ് നമ്മൾ പറയേണ്ടി വരില്ലേ? വൈക്കേറിയസ് ലയബിലിറ്റി സർക്കാരിനില്ലേ? സർക്കാരിന് കൽപ്പബിളല്ലേ? സർക്കാർ കൽപ്പബിളല്ലേ ആ കാര്യത്തിൽ? കാരണം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ കണ്ടക്ടിങ് എക്സ്റ്റെൻസീവ് സ്റ്റഡി ഇൻക്ലൂഡിംഗ് പേഴ്സണൽ ഇൻട്രാക്ഷൻ വിത്ത് വിമൻ എംപ്ലോയീസ് ഹു ഹാഡ് ഫേസ്ഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹരാസ്മെൻറ്റ്, അതായത് ലിംഗപരമായിട്ടുള്ള വിവേചനവും പീഡനവുമേറ്റ വനിതകളുമായി വ്യക്തിഗതമായി സംവദിക്കുക കൂടി ഹേമ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ക്ലിയർ അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ ക്രിമിനൽ കുറ്റം ചെയ്തു എന്നും പറഞ്ഞിട്ടല്ലേ ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് കോടതിയിൽ പോകേണ്ടതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ സിനിമാ രംഗത്തെ നടന്മാർ, സൂപ്പർ സ്റ്റാറുകൾ, അവരൊക്കെ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരൊക്കെ നടത്തിയിരിക്കാവുന്ന ലൈംഗികമായ പീഡനങ്ങൾ, അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിലുള്ളത് പുറത്തു വരാതിരിക്കാൻ സർക്കാർ കൂട്ടുനിന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ സർക്കാർ ഈ 2019 കഴിഞ്ഞ് 2024 വരെ ഇത് പുറത്തു കൊണ്ടുവരാതിരിക്കുന്നത്? ഇപ്പോഴും കുറേ ഭാഗങ്ങൾ എടുത്ത് മാറ്റിവെച്ചിട്ടാണെന്ന് പറഞ്ഞത്. അതിൻ്റെ എന്ത് യുക്തിയാണ് അതിനകത്തുള്ളത്? ആ മാറ്റിവെക്കുന്ന ഭാഗത്ത് എന്താ പറയുന്നത്? ആ മാറ്റിവെക്കാത്ത ഭാഗത്ത് ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറച്ചുവെക്കാൻ എന്ത് അവകാശമാണ് സർക്കാരിനുള്ളത്? അപ്പോൾ സർക്കാർ വലിയ വലിയ നടന്മാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കൂട്ടി നിൽക്കുകയാണെന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? അതൊന്നാമത്തെ കാര്യം. അപ്പോൾ സർക്കാരാണ് ഒന്നാം പ്രതി. അതുപോലെ തന്നെ പ്രതികളാണ് ആര്? നടന്മാർ. മലയാള സിനിമയിലെ നടന്മാർ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ലാത്തത്? അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണമെന്ന് അവർ പറയുകയല്ലേ വേണ്ടത്? ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണമെന്ന് മമ്മൂട്ടിയും മോഹൻലാലും, അവരാണല്ലോ സൂപ്പർ സ്റ്റാറുകൾ. സമൂഹത്തിലെ എല്ലാ നന്മകളുടെയും മൂർത്തിമത് ഭാവങ്ങൾ അവരാണല്ലോ. അവരെന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് അവർ പറയാത്തത്? അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നന്മകളുടെ മൂർത്തിമത് ഭാവം എന്ന് പുറമേ പറയുന്ന ഇവരുടെ ഉള്ളിൽ ചീഞ്ഞതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇവരുടെ ഉള്ളിൽ ജീർണിച്ചതാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഇവർക്കൊരു ഡാർക്ക് അണ്ടർ ബെല്ലിയുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം എന്ന് മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാർ പറയണ്ടേ? പൃഥ്വിരാജ് പറയണ്ടേ? ടോവിനോ തോമസ് പറയണ്ടേ? ഇവരൊക്കെ പറയണ്ടേ? ഇവരാരും മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇവരുടെ AMMA എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ ഒരു യോഗം കഴിഞ്ഞ ദിവസം നടന്ന സമയത്ത് പത്ര റിപ്പോർട്ടർമാർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന നടന്മാർ, അവിടുത്തെ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സിമാൻ സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നടന്മാർ പറയുന്നു, ഞങ്ങൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് ഒരു അഭിപ്രായവുമില്ല എന്ന്. എന്തൊരു വൃത്തികെട്ട ഒരു വർഗമാണിതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അവർക്ക് അഭിപ്രായമില്ലെന്ന്. അവരൊന്നുകിൽ ഇത് വേണമെന്ന് പറയുക, അല്ലെങ്കിൽ ഇത് വേണ്ടെന്ന് പറയുക. അവർ പറയുന്നത് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഈ AMMA എന്ന് പറഞ്ഞ സംഘടനയിലെ വനിതകൾക്ക് മിണ്ടാൻ വയ്യ. കാരണം അവർ മിണ്ടിയാൽ അവർ സിനിമാ രംഗത്ത് നിന്ന് അവർ പുറത്താണ്. ഇപ്പോൾ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഘടനയിലുള്ള സ്ത്രീകളെല്ലാം പുറത്താണ്. ഇതിൻ്റെ സംഘടനയിലുള്ള ഒരു സിയാദ് കോക്കർ എന്ന് പറഞ്ഞ ഒരാൾ തന്നെ വന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അങ്ങനെ ചെയ്താൽ പിന്നെ വന്നാളെ അവിടെ കാണത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നടക്കുന്നത് മുഴുവൻ ഏകാധിപത്യമാണ്, ഏകഛത്രാധിപത്യമാണ്. അവിടെ യാതൊരു ജനാധിപത്യവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സംഘടനയിലെ സ്ത്രീകൾ പോലും ഇതിനെക്കുറിച്ചിട്ട് മിണ്ടുന്നില്ല. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും അതിൽ കുറ്റക്കാരാണിവർ എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഇതിനെക്കുറിച്ചിട്ട് മിണ്ടാത്തത്. അപ്പോൾ അവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കെതിരെ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരും മിണ്ടാതിരിക്കുന്നു. അവരെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാരും മിണ്ടാതിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് കൂട്ടുപ്രതികളാണുള്ളത്. ഒന്ന് സർക്കാരും ഒന്ന് ഈ നടന്മാരും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നിന്ന് സമൂഹത്തിൽ സിനിമാ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൊടിയ ചൂഷണത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണ്. ആ ചൂഷണം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിക്ക് പോലും ഇതിനകത്തൊന്നും ഇടപെടാൻ കഴിയുന്നില്ല. കോടതി പോലും നടന്മാർ ഉൾപ്പെടുന്ന ലൈംഗിക ചൂഷണ കേസുകളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അവരെ രക്ഷപ്പെട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പേരുകളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷയത്തിൽ രണ്ട് ഒന്നാം പ്രതികളാണുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് സർക്കാരും ഒന്ന് നടന്മാരും. ഇപ്പോൾ തന്നെ ഈ ഹർജി കോടതിയിൽ വന്നതിൻ്റെ യുക്തി എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തോ ഒരു സജിമോൻ പാറയിൽ, ഞാൻ കേട്ടിട്ടില്ല അയാളെന്തോ സംവിധായകനാണെന്നൊക്കെ പറയുന്നു. അയാൾ കോടതി ചെല്ലുന്നു. എന്തിനാണ് അയാൾ കോടതി ചെല്ലുന്നത്? അയാൾ സ്വന്തമായി കോടതി ചെല്ലില്ല എന്നുള്ളത് ഉറപ്പാണ്.
കാരണം സൈബി ജോസാണ് അഭിഭാഷകൻ. സൈബി ജോസിൻ്റെ ബന്ധങ്ങൾ നമുക്കെല്ലാവർക്കും ജഡ്ജിമാർക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ്. സൈബി ജോസിൻ്റെ ബന്ധം, സൈബി ജോസിന് സിനിമാ മേഖലയുമായിട്ടുള്ള ബന്ധവും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ സൈബി ജോസ് ഒരു പരാതിക്കാരൻ വഴി ഹൈക്കോടതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ ഉന്നതരായിട്ടുള്ള സിനിമാ നടന്മാർക്ക് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനോട് അവർക്ക് താല്പര്യമില്ലാതെ തടയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവരിനിയും അത് തടഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല. അവർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോയാലും അവർ സുപ്രീം കോടതിയിൽ പോയാലും അവരിതിനിയും തടയാൻ ശ്രമിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് സിനിമാ നടന്മാരുടെ നേതൃത്വത്തിൽ സിനിമാ രംഗത്ത് നടക്കുന്ന കൊടിയ ചൂഷണങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതിന് സിനിമാ നടന്മാരും സംസ്ഥാന സർക്കാരും കൊളിയൂടി ചെയ്യുകയാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ.